ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബിഗിനേഴ്സിനൊക്കെ ഉള്ള ഒരു സംശയമാണ് ഏത് മെഷീൻ മേടിക്കണം എന്നുള്ളത് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി ഒരു മെഷീൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും വിപുലപ്പെടുത്തി കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഏത് മെഷീനാണ് നിങ്ങൾ വാങ്ങേണ്ടത്? അങ്ങനെയുള്ള സംശയം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ. അപ്പോൾ എനിക്ക് ഇതുപോലെ സംശയങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നല്ല ഈ യൂട്യൂബിൽ റിവ്യൂസൊക്കെ പറയുന്ന വീഡിയോസില്ലേ, നമ്മുടെ മെഷീൻ്റെയൊക്കെ റിവ്യൂ പറയുന്ന വീഡിയോസിൻ്റെ താഴെ പോയി ഏത് മെഷീനാണ് നല്ലത്, ഏത് മെഷീനാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാത്തിനും കമൻ്റ് ഇടും. ചിലർ മറുപടി തരും, ചിലർ തരില്ല. എങ്കിൽ പോലും ചില മറുപടികൾ കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലേ. ഏതാണ്, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്, ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ മെഷീൻ വാങ്ങാനായിട്ട്. ഇപ്പം നിങ്ങളൊരു ബിഗിനറാണ്, നിങ്ങൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, നിങ്ങൾക്ക് ഇനി ഇതൊരു ബിസിനസ്സായിട്ടോ അങ്ങനെ വിപുലമായ രീതിയിലൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. അവനവൻ്റെ കാര്യങ്ങൾ മാത്രം ചെയ്യണം. അതായത് സ്വന്തം ഡ്രസ്സൊന്ന് സ്റ്റിച്ച് ചെയ്യണം, അല്ലെങ്കിൽ കുട്ടികളുടെ ചെയ്യണം, അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ മാത്രമേ നിങ്ങൾക്കുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഒരു സാധാരണ മെഷീൻ മേടിക്കുക. അതായത് നോർമൽ സ്റ്റിച്ചിങ്, നമ്മുടെ ഉഷയുടെ മെഷീൻ, അല്ലെങ്കിൽ മെറിറ്റ്, സിംഗർ, അങ്ങനെ പല ബ്രാൻഡുകളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും മെഷീൻ മേടിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്പീഡ് വേണമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു മോട്ടർ വെച്ചാൽ സൂപ്പറായിരിക്കും. പിന്നെ വേറൊരു ഓപ്ഷനാണ് നമ്മുടെ ടേബിൾ ടോപ്പ് മെഷീൻ എന്ന് പറഞ്ഞാൽ. ടേബിൾ ടോപ്പ് മെഷീൻ ഈ പറഞ്ഞ പോലെ ഹോം യൂസിന് മാത്രമുള്ളതാണ്. അതായത് വീട്ടിലിരുന്ന് ചെയ്യാൻ, പുറത്തേക്കൊന്നും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനോ ഒരിക്കലും അതിൻ്റെ അകത്ത് പറ്റില്ല. കാരണം കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ അതിൻ്റെ മോട്ടർ ചൂടാവും, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ചെറിയ തോതിലൊക്കെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും സ്വന്തം ഡ്രസ്സും വീട്ടിലുള്ളവരുടെ ഡ്രസ്സും ഒക്കെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ, വേറെ ഒരു മുന്നോട്ട് ഭാവി പരിപാടികൾ അധികം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നോർമൽ മെഷീൻ മേടിച്ചാൽ മതിയാകും. അപ്പോൾ അതിന് ഏകദേശം ഇപ്പോഴത്തെ റേറ്റ് എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എങ്കിലും ഞാനൊരു വർഷം മുമ്പ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു 7000-ൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഒരു 6500 ആ ഒരു റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിലവിലിനി കൂടിയോയെന്നറിയില്ല. ഉഷയുടെ മെഷീൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അത്രയൊക്കെ റേഞ്ചാണ് വരുള്ളൂ. അത് മറ്റ് മെഷീനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ്. അതായത് ടേബിൾ ടോപ്പ് മെഷീനെ അപേക്ഷിച്ചും മറ്റേ പവർ മെഷീനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വളരെ കുറവായിട്ടുള്ള കാര്യങ്ങളാണ് വില. അപ്പോൾ അത് മേടിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് നോർമലായിട്ട് ഒരു മെഷീനുണ്ട്, അതിലൊരു മോട്ടറും ഉണ്ട്, നിങ്ങൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്കൊരു ഹോം ബൊട്ടീക്കോ അങ്ങനെ, അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ഓൺലൈനായിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കണമെന്നാണ് ആഗ്രഹമുണ്ട് എങ്കിൽ, അതായത് കുറച്ചുകൂടി നല്ല രീതിയിൽ സ്റ്റിച്ചിങ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളവരാണ് എങ്കിൽ, അതിനായിട്ടാണ് നിങ്ങളൊരു മെഷീൻ നോക്കണതെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നമ്മുടെ പവർ മെഷീൻ ധൈര്യമായിട്ട് മേടിച്ചോളൂ. ഒരിക്കലും നമുക്കൊരു നഷ്ടം വരില്ല. കാരണം നമ്മൾ എത്ര രൂപയാണോ അതിൽ ചിലവാക്കിയത്, ആ പൈസ നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ, ഒരു വർഷം വേണ്ട, അതിനുള്ളിൽ നമുക്ക് തിരിച്ച് പിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ എനിക്ക് 3 മെഷീനുണ്ട്. അതിലിപ്പോൾ 2 നിലവിൽ കയ്യിലുണ്ട്. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ഒരു നോർമൽ മെഷീൻ, നമ്മുടെയൊക്കെ സാധാരണ ഉഷയുടെ മെഷീന്. അതിൽ മോട്ടറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കുറേ വർഷങ്ങളോളം ആ മോട്ടർ ഇല്ലാത്ത മെഷീനിൽ സ്റ്റിച്ച് ചെയ്തു കേട്ടോ. അപ്പം മോട്ടറിൻ്റെ ഗുണവും അങ്ങനെ അതുകൊണ്ട് തയ്ച്ചാലുള്ള സ്പീഡും കാര്യങ്ങളും ഒന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാധാരണ ചുമ്മാ ചവിട്ടി തയ്ക്കുന്ന മെഷീനിൽ കുറേ നാൾ എൻ്റെയും സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കിടന്നു. അത് കഴിഞ്ഞ് പിന്നീടാണ് ഒരു പഴയ മോട്ടർ എനിക്ക് കിട്ടിയത്. അപ്പോൾ ആ മോട്ടർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെച്ച് കഴിഞ്ഞപ്പോൾ തോന്നി, അത് കൊള്ളാമല്ലോ, നല്ല സൂപ്പറായിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ നമ്മുടെ പണിയൊക്കെ കഴിയണം. നമ്മളിപ്പോൾ 2 മണിക്കൂർ എടുത്ത് ചെയ്യുന്ന ഒരു കാര്യം ഒറ്റ മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് കൊള്ളാം, നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ആ പഴയ മോട്ടർ വെച്ചിട്ട് കുറേ നാൾ അങ്ങനെ പോയി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ആ മോട്ടറിനൊക്കെ കേടുപാടുകളും ഒക്കെ സംഭവിച്ചിരുന്നു. പക്ഷേ അതൊക്കെ മാറ്റി നേരെയാക്കി. അന്നെങ്ങാണ്ട് എത്രയാണ് 600 രൂപ എങ്ങാണ്ട് ആയുള്ളൂ എന്ന് തോന്നുന്നു ആ മോട്ടറിന്. എന്നിട്ട് അതൊക്കെ നേരെയാക്കി റെഡിയാക്കി എടുത്ത് പിന്നെ തയ്ച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ.
അത് കഴിഞ്ഞ് പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആ മോട്ടർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വേറൊരു പുതിയ മോട്ടർ മേടിച്ചു. പുതിയ മോട്ടർ മേടിച്ച് കഴിഞ്ഞിട്ടും ഇതുപോലെ തയ്ച്ചുകൊണ്ടിരുന്നു. അപ്പോൾ മോട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊന്ന്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വാങ്ങിയ മെഷീനാണ് നമ്മുടെ ടേബിൾ ടോപ്പ് മെഷീൻ ഉണ്ടല്ലോ, ഉഷ ജെനോമി അല്ലോറിൻ്റെ മെഷീൻ. ആ ഒരു മെഷീൻ മേടിച്ച് കഴിഞ്ഞപ്പോൾ അത് മെയിനായിട്ട് ഞാൻ വാങ്ങിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നാട്ടിലൊക്കെ പോകുമ്പോൾ വെക്കേഷനൊക്കെ 2 മാസമൊക്കെ നിൽക്കാനായിട്ട് പോകില്ല, അന്നേരം പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എവിടെ പോയാലും ഈ മെഷീൻ കൊണ്ടുപോകും. അതെന്തിനാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല, ചിലപ്പോൾ തയ്ക്കുമായിരിക്കും, ചിലപ്പോൾ തയ്ക്കില്ല, എന്നാലും ഞാൻ കൊണ്ടുപോകും. മറ്റേ നമ്മുടെ സാധാരണ മെഷീനില്ലേ, സാധാരണ മെഷീനാണെങ്കിൽ പോലും ഞാൻ അതിൻ്റെ മുകൾ ഭാഗവും മോട്ടറും എടുത്തുകൊണ്ട് പോകും. വണ്ടിയിൽ വെച്ച് നമുക്ക് കൊണ്ടുപോകാമല്ലോ. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുമായിരുന്നു. അപ്പം ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ നമ്മുടെ ടേബിൾ ടോപ്പ് മെഷീൻ മേടിച്ചത്. മാത്രമല്ല ഇതിൽ ഭയങ്കരമായിട്ട് എംബ്രോയ്ഡറി ചെയ്ത് ഒരുപാട് എംബ്രോയ്ഡറിയൊക്കെ ചെയ്യാമെന്നൊക്കെ ഉള്ള ഉദ്ദേശത്തിൽ വാങ്ങിയതാണ്. 21 സ്റ്റിച്ച് ഫങ്ഷൻസ് ഉണ്ട്. പക്ഷെ അതിൽ ഞാൻ ചെയ്യുന്ന സ്റ്റിച്ച് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഓവർലോക്ക് ചെയ്യാൻ മാത്രമേ എടുക്കുകയുള്ളൂ കേട്ടോ, വേറെ ഒന്നിനും എടുക്കാറില്ല. പിന്നെ ബട്ടൺ ഹോൾ ചെയ്യാൻ എടുക്കും. പക്ഷെ അതും കൊണ്ട് നല്ല എംബ്രോയ്ഡറികളൊക്കെ ചെയ്യാമെന്ന് ഈ ഇടയ്ക്ക് യൂട്യൂബിലാണ് ശരിക്കും കണ്ടത്. അതിനോട് മെനക്കെട്ടില്ല. കാരണം അതുമായിട്ട് അങ്ങോട്ട് എന്താ പറയുക, തയ്ക്കും, ലോക്ക് ചെയ്യും, അങ്ങനെയല്ലാണ്ട് അതിൽ എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമൊന്നും നമ്മൾ സെർച്ച് ചെയ്യാനൊന്നും പോയിട്ടില്ല. ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിൽ മേടിച്ചതാണ്. ആദ്യമൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ വലിയ ഇതായിട്ടൊന്നും വന്നില്ല. അപ്പോൾ പിന്നെ ആ ഒരു ശ്രമം ഉപേക്ഷിച്ചു. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് യൂട്യൂബിൽ ഇങ്ങനെ എംബ്രോയ്ഡറി ചെയ്യണയൊക്കെ കാണിക്കുന്നുണ്ട്, അതുപോലെ സ്കാലപ്പ് വർക്ക് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ മെഷീൻ കൊള്ളാമല്ലോ എന്ന് എനിക്കിപ്പോൾ മേടിച്ചത് നന്നായി എന്ന് എനിക്ക് തോന്നി. കാരണം അതിൽ സ്കാലപ്പൊക്കെ ചെയ്തെടുത്ത് നമ്മുടെ ഷോളൊക്കെ അടിപൊളിയാക്കാമല്ലോ. അപ്പോൾ ആ മെഷീൻ ഞാൻ കൊടുത്തില്ല. ആദ്യത്തെ മെഷീൻ ഞാൻ കൊടുത്തു. രണ്ടാമത്തെ മെഷീനും ഇപ്പോൾ നിലവിൽ മേടിച്ച മെഷീൻ, അതായത് ജാക്കിൻ്റെ മെഷീനും എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എവിടെയോ പറഞ്ഞ് കാട് കയറിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലൊന്നും തയ്ക്കാൻ താല്പര്യമില്ല, ജസ്റ്റ് അവനവൻ്റെ കാര്യങ്ങൾ മാത്രമേ സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ, പിന്നെ ഒരുപാടൊന്നും തയ്ക്കാനും കാര്യങ്ങളൊന്നും സമയമില്ല എന്നുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇത്രയും പൈസ മുടക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നോർമൽ മെഷീൻ മേടിക്കുന്നതായിരിക്കും നല്ലത്. അതാണെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന ഒന്നായിരിക്കും കേട്ടോ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ മെഷീൻ ഏതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ പവർ മെഷീനല്ല, എന്തോ ടേബിൾ ടോപ്പ് മെഷീൻ. അതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഹോം യൂസിന് മാത്രം ഉപയോഗിക്കാവുന്ന ഒരു മെഷീനാട്ടോ. സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ് ഈ പറയുന്ന ടേബിൾ ടോപ്പ് മെഷീൻ. അപ്പോൾ അതിൽ ഒരുപാട് നേരം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയൊക്കെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്ന് കഴിയുകയാണെങ്കിൽ അത് ചൂടാവും. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞ പോലെ എംബ്രോയ്ഡറി ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങ് വാങ്ങി വെച്ചതാണ്. പിന്നീടാണ് മനസ്സിലായത് അതിന് അങ്ങനെ ഉള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന്. ഏകദേശം 2 മണിക്കൂറൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് റെസ്റ്റ് കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഈ പറഞ്ഞ പോലെ സ്ഥലം കുറവുള്ളവർക്ക്, മറ്റേ മെഷീൻ ഇടാനായിട്ട് നമുക്ക് ഒരുപാട് സ്ഥലം വേണമല്ലോ. ഇതിനധികം സ്ഥലം വേണ്ട. നമുക്ക് ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് അലമാരിയിൽ വെക്കാം, പൂട്ടി വെക്കാം. അപ്പോൾ പിന്നെ പൊടി പിടിക്കില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. മറ്റേ സാധാരണ മെഷീൻ എന്ന് പറഞ്ഞാൽ പൊടി പിടിച്ച് അങ്ങനെ കിടക്കും. പിന്നെ നമ്മളത് ഉപയോഗിക്കാൻ നേരത്ത് എണ്ണയിട്ട് തുടച്ച് അങ്ങനെയൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. ഇത് ഫുള്ളായിട്ട് ഇലക്ട്രിസിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരു മെഷീനാണ്. അപ്പോൾ അതുകൊണ്ട് കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് തയ്ക്കാനായിട്ട് പറ്റത്തില്ല. അതിന് ഏകദേശം ഒരു 50,000 ഒക്കെ വില വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ വാങ്ങിയപ്പോൾ ഏകദേശം ഒരു 13,500 എങ്ങാണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ അന്ന് ഈ പറഞ്ഞ പവർ മെഷീൻ മേടിക്കുമ്പോൾ 17,500 ഒക്കെ ഉള്ളൂ. പക്ഷെ അന്ന് അത് മേടിച്ചാൽ മതിയായിരുന്നു. എന്താണോ എന്തോ, അന്നേരം ഈ എംബ്രോയ്ഡറിയുടെ കാര്യം ഓർത്തുകൊണ്ടാണ് ഞാൻ കൂടുതലും. പിന്നെ ഈ കൊണ്ട് നടക്കുന്ന കാര്യം, പോകുമ്പോൾ കൊണ്ടുപോകാമല്ലോ എന്നൊക്കെയുള്ളൊരു ഉദ്ദേശത്തിലാണ് ആ ഒരു മെഷീൻ മേടിച്ചത്. അപ്പോൾ അത് രണ്ടാമത്തെ മെഷീൻ. ഇനി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണെന്ന് ഞാൻ പറയുള്ളൂ നമ്മുടെ പവർ മെഷീൻ, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ മെഷീൻ എന്നൊക്കെ പറയും. നമ്മുടെ ജാക്ക് എന്നാണ് എൻ്റെ മനസ്സിൽ വരുന്ന പേര്. എപ്പോഴും അത് മാത്രമേ വരുള്ളൂ. ജാക്ക് മേടിക്കണം എന്നൊരു ചിന്ത മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പറഞ്ഞ് ജാക്ക് മേടിച്ചു. അത് മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത് പണ്ടേ മേടിക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യം. ഏറ്റവും സ്മൂത്തായിട്ട്
നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു മെഷീനാണ്, പറയാതിരിക്കാനായിട്ട് വയ്യ. ഇതൊരു പരസ്യമോ കാര്യങ്ങളോ ഒന്നുമല്ല, എൻ്റെ സ്വന്തം അഭിപ്രായമാണ്. കാരണം നമ്മൾ എത്ര രൂപയാണോ അതിൽ മുടക്കുന്നത്, ആ മുടക്കുന്ന തുക നമുക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു നഷ്ടം എന്നുള്ളത് വരില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് പറയാം കേട്ടോ, നല്ല അടിപൊളി മെഷീനാണ്, നല്ല സ്മൂത്തായിട്ട് പോവും. അതുപോലെ നല്ല എന്താ പറയുക, നല്ല സ്പീഡാണ്. മെയിനായിട്ട് അതിൻ്റെ സ്പീഡും കാര്യങ്ങളുമാണ്. പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. 2 മണിക്കൂറും കൊണ്ട് ചെയ്യുന്ന കാര്യം നമുക്ക് ഒരു ഒറ്റ മണിക്കൂറും കൊണ്ട് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇൻഡസ്ട്രിയലാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. നമുക്ക് കൂടുതൽ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും മേടിക്കാം. പിന്നെ ഈ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ആഗ്രഹമാണ് ഇതുപോലൊരു മെഷീൻ മേടിക്കണം എന്നുള്ളത്. പിന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു റേറ്റും കാര്യങ്ങളുമാണ്. ഏകദേശം ഒരു 24-25 ആ ഒരു റേഞ്ചിൽ വിലയാകുന്നുണ്ട്. അതിന് കുറച്ച് കോസ്റ്റ്ലി സൈഡാണ്. എങ്കിൽ പോലും നമ്മൾ അത് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലൈഫ് ലോങ് പിന്നെ നമ്മൾ മെഷീൻ മേടിക്കണ്ടെന്നാണ് തോന്നുന്നത്. അത്രയ്ക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണിത്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നഷ്ടം എന്നുള്ളത് ഇതിലൊരിക്കലും വരില്ല. അപ്പം ഞാൻ വാങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ പറയുന്ന പോലെ അധികം സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ ഓരോരുത്തരോട് ചോദിക്കും, അത് മെഷീൻ മേടിച്ചാൽ നല്ലതാണോ, ജാക്കിൻ്റെ നല്ല മെഷീനാണോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ അപ്പോൾ ഓരോരുത്തരും പറയുന്നതും അതുപോലെ യൂട്യൂബിലൊക്കെ പറയുന്നത്, അത് നമ്മൾ കുറേ നാൾ ഉപയോഗിക്കാതിരുന്ന എണ്ണയൊക്കെ കട്ട പിടിച്ച് പോവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ അത് കേടായി പോകും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇനിയിപ്പോൾ കേടായി പോയാലും വേണ്ടില്ല എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ എനിക്ക് അത് മേടിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ നേരത്തെ മേടിക്കാമായിരുന്നു എന്ന് തോന്നി. അപ്പോൾ ഒരുപാട് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെഷീൻ ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഫ്യൂച്ചറിലേക്ക് കുറച്ചുകൂടെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇത് ഉപയോഗിക്കാം. പിന്നെ അതിനായിട്ട് വേറെ മെഷീൻ മേടിക്കേണ്ട ആവശ്യമില്ല. കാരണം റേറ്റുകൾ തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഇപ്പോൾ ടേബിൾ ടോപ്പ് മെഷീൻ ആണെങ്കിലും ഈ പറയുന്ന മെഷീൻ ആണെങ്കിലും 10,000 രൂപയുടെ ഒക്കെ ആ ഒരു വ്യത്യാസമേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് 2 എണ്ണം അടുപ്പിച്ച് മേടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതൊന്ന് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ പെർഫെക്ഷൻ സൂപ്പറാണ്. അതിൻ്റെ സ്റ്റിച്ചിൻ്റെ പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കിട്ടും. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു പൈസയുണ്ടല്ലോ, നമുക്കൊരു 500 രൂപ ഒരു ചുരിദാർ തയ്ച്ച് കൊടുത്താൽ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം നമ്മളെടുത്ത് സേവ് ചെയ്ത് വെച്ചാൽ ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ നമുക്കിത് വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി കഠിനമായിട്ട് പ്രയത്നിക്കുക, എങ്കിൽ മാത്രമേ നമുക്കത് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവർ മേടിച്ച് തരട്ടെ ഇവർ മേടിച്ച് തരട്ടെ എന്ന് ഓർത്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ആഗ്രഹങ്ങളൊന്നും ഒരു കാലത്തും നിറവേറില്ല. അപ്പോൾ എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓരോരുത്തരുടെയും ആവശ്യങ്ങളനുസരിച്ചാണ് മെഷീൻ വാങ്ങുന്നത്. അപ്പോൾ നമ്മളത് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം എന്താണെന്ന് കണ്ടറിഞ്ഞ് നമ്മൾ തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.